സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ പെൻഷൻ വാങ്ങുന്നവർ കാത്തിരുന്ന ആ അറിയിപ്പ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. സ്പെഷ്യൽ പെൻഷൻ വിതരണമാണ് ഈ മാസം ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് 2 ഗഡുക്കളായിരിക്കും വിതരണം ചെയ്യുക. ഒരാൾക്ക് ലഭിക്കുന്നത് 3200 രൂപ. നവംബർ മാസം 6-ാം തീയതിയാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് പെൻഷൻ ലഭിച്ചത്. അത് വിതരണം ചെയ്തത് കുടിശ്ശികയുണ്ടായിരുന്നതിൽ ഒരു ഗഡുവായിരുന്നു. ഇനി അതിനുശേഷം നവംബർ മാസം അവസാനം പെൻഷൻ ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നുവെങ്കിലും പെൻഷൻ വിതരണം നടത്തിയിട്ടില്ലായിരുന്നു. അത് ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് 2 മാസത്തെ ഒരുമിച്ച് നൽകുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പുനഃക്രമീകരിച്ചിട്ടുള്ളത്. അതായത് 3200 രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക. എങ്കിൽ പോലും പിന്നീടും 4 മാസത്തെ കുടിശ്ശിക ഉണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിൽ നിന്നും സർക്കാർ കടമെടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ 3000 കോടി രൂപയാണ് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് അത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് തുകയെടുക്കുന്നത്. ആ ഒരു തുക ഉപയോഗിച്ചായിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ വിതരണം നടത്തുക. സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്കും 1600 രൂപ ലഭിക്കും. അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്കും 1600 രൂപ എത്തിച്ചേരും. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവരുണ്ട്. അത് 7 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഇത്തരത്തിൽ സഹായം വാങ്ങുന്നത്. അവർക്ക് 200 രൂപ മുതൽ 500 രൂപ വരെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായതുകൊണ്ട് തന്നെ 2 തവണയായിട്ടായിരിക്കും ആനുകൂല്യം ലഭിക്കുക. ഒരുപക്ഷെ ആദ്യം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം എത്തിച്ചേരാം, അതിനുശേഷമായിരിക്കും സംസ്ഥാന വിഹിതം ലഭിക്കുക. അല്ലെങ്കിൽ സംസ്ഥാന വിഹിതം ആദ്യവും പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പെൻഷൻ വിതരണം 25 ക്രിസ്തുമസിൻ്റെ തീയതിക്ക് മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിശേഷ ദിവസങ്ങളിലൊക്കെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതെ നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ, അത് ആശുപത്രി ചിലവുകളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനോ എല്ലാം ഈ തുക വിനിയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് പെൻഷൻ പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഈ അറിയിപ്പ് കൂടി ശ്രദ്ധിക്കുക. നമുക്ക് വാർഷിക മസ്റ്ററിങ് ചെയ്യാനുള്ളവരുണ്ടായിരുന്നു. അത് ചെയ്തിട്ടില്ലാത്തവർക്ക് ആനുകൂല്യം തടസ്സപ്പെട്ടേക്കാം. അല്ലാത്ത ബാക്കി എല്ലാവർക്കും തന്നെ സഹായം എത്തിച്ചേരും. കാരണം മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്കാണ് കഴിഞ്ഞ പ്രാവശ്യവും തുക മുടങ്ങിയിട്ടുള്ളത്. അവർ പിന്നീട് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ മസ്റ്ററിങ് ചെയ്തിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റൊക്കെ മുൻപേ സമർപ്പിക്കേണ്ടതായിരുന്നു. അത് സമർപ്പിക്കാൻ വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ഉള്ള ആളുകൾക്കും ആനുകൂല്യം മുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി എല്ലാവർക്കും തന്നെ, അതായത് നവംബറിൽ ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും ഡിസംബറിലും ആനുകൂല്യം ലഭിക്കും. സർക്കാർ ഇപ്പോൾ അയോഗ്യത ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില ഗുണഭോക്താക്കളുണ്ട്. അത് അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ, അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ, അതോടൊപ്പം തന്നെ ആഡംബര വാഹനങ്ങൾ വീട്ടിലുള്ളവർ, ഇവരെയാണ് ഇപ്പോൾ സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരെ പുറത്താക്കിയിട്ടുള്ളതുകൊണ്ട് അങ്ങനെയുള്ളവർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. ബാക്കിയുള്ള എല്ലാവർക്കും, എല്ലാ പെൻഷൻകാർക്കും ആനുകൂല്യം മുടങ്ങാതെ എത്തിച്ചേരുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾ, ക്ഷേമ പദ്ധതി അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക.